എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് ഡിമാൻഡ് പേജിംഗ്. ഡിമാൻഡ് പേജിംഗ് സിസ്റ്റം ഈസ് സിമിലർ ടു പേജിംഗ് സിസ്റ്റം വിത്ത് സ്വാപ്പിംഗ് വെയർ പ്രോസസ് റിസൈഡ് ഇൻ സെക്കൻഡറി മെമ്മറി. പേജിംഗ് പോലെ സിമിലർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണിത് ഡിമാൻഡ് പേജിംഗ്. ഇവിടെ പേജിംഗ് സിസ്റ്റത്തിന്റെ കൂടെ ഒരു സ്വാപ്പിംഗ് പ്രോസസ്സ് കൂടി ഉണ്ടാവും. ഇവിടെ നമ്മൾ ആവശ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, പേജിനെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ പേര് പോലെ തന്നെയാണ് എന്ത്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യും, പേജിന് എന്ത് ചെയ്യും, മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. ആവശ്യമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, അത് അൺലോഡ് ചെയ്യാണ് ചെയ്യുക അല്ലേ. ആവശ്യമുള്ള സമയത്ത് പേജിനെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും, ആവശ്യമില്ലാത്തപ്പോൾ എന്ത് ചെയ്യും, അതിനെ അൺലോഡ് ചെയ്യാണ് ചെയ്യുക. നമുക്ക് ഒരു പ്രോസസ്സിനെ വേണമെങ്കിൽ മുഴുവനായിട്ട് റാമിലേക്ക് ലോഡ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഓരോ പേജുകളായിട്ട് ലോഡ് ചെയ്യാൻ കഴിയും. റാമിന് നല്ല കപ്പാസിറ്റി ഉണ്ടെങ്കിലേ മുഴുവനായിട്ട് ലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കുറേ പേജുകളായിട്ട് ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. പേജുകളായിട്ട് ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പ്രോസസ്സുകളെ പാരലലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. Any page execution is started on a page fault. In demand paging, firstly, no programs are in memory. ഏതൊരു പേജ് എക്സിക്യൂഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പേജ് ഫാൾട്ട് യൂസ് ചെയ്തിട്ടാണ്. ഡിമാൻഡ് പേജിങ്ങിൽ മെമ്മറിയിൽ ആദ്യം ഒരു പ്രോഗ്രാം തന്നെ ഉണ്ടായിരിക്കില്ല. വെൻ CPU generate an address, a page fault will occur. When a page fault occur, we can load the entire program into the main memory, or we can load only the needed program. CPU ഒരു അഡ്രസ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു പേജ് ഫാൾട്ട് ഒക്കർ ചെയ്യും. ആ പേജ് ഫാൾട്ട് ഒക്കർ ചെയ്താൽ നമുക്ക് എൻറ്റയർ പ്രോഗ്രാമിനെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ്, ആവശ്യമുള്ള പ്രോഗ്രാമിനെ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, ലോഡ് ചെയ്യാൻ പറ്റും. സോ CPU ഒരു അഡ്രസ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു പേജ് ഫാൾട്ട് എന്ത് ചെയ്യും, അവിടെ സംഭവിക്കും. ആ പേജ് ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻറ്റയർ പ്രോഗ്രാമിനെ വേണമെങ്കിൽ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ആവശ്യമുള്ള പ്രോഗ്രാമിനെ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ലോഡ് ചെയ്യാം. A swapper manipulates the entire process, whereas a pager is concerned with the individual pages of a process. നമ്മൾ സ്വാപ്പർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എൻറ്റയർ പ്രോസസ്സിനെയാണെന്ത്, മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പേജറാണ്. പേജർ പേജസ് ആയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലോഡ് ചെയ്യുള്ളൂ. സ്വാപ്പർ എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത്, എൻറ്റയർ പ്രോസസ്സിനാണ് എന്ത് ചെയ്യുക, മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുക. എന്നാൽ പേജർ പേജസ് ആയിട്ട് മാത്രമാണ് എന്ത്, ലോഡ് ചെയ്യുക. വി ദസ് യൂസ് പേജർ റാദർ ദാൻ സ്വാപ്പർ ഇൻ കണക്ഷൻ വിത്ത് ഡിമാൻഡ് പേജിംഗ്. സോ ഡിമാൻഡ് പേജിങ്ങിന്റെ കേസിൽ നമ്മൾ സ്വാപ്പർ അല്ല യൂസ് ചെയ്യുന്നത്, പേജർ ആണെന്ത് യൂസ് ചെയ്യുന്നത്. With this scheme, we need some form of hardware support to distinguish between the pages that are in memory and pages that are on the disk. ഡിമാൻഡ് പേജിങ്ങിന്റെ കേസിൽ നമുക്കൊരു ഹാർഡ്വെയർ സപ്പോർട്ട് ഉണ്ട്. ഈ ഹാർഡ്വെയർ സപ്പോർട്ടാണെന്ത്, വാലിഡ് ഇൻവാലിഡ് ബിറ്റ്. വെൻ ദിസ് ബിറ്റ് ഈസ് സെറ്റ് ടു വാലിഡ്, the associated page is both legal and in memory. ഒരു വാലിഡ് ബിറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേജ് ലീഗലാണ്, ആ ഒരു പേജ് എന്തുണ്ടാവും, മെമ്മറിയിൽ ഉണ്ടെന്നാണ് ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു വാലിഡ് ബിറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ആ ഒരു പേജ് ലീഗലാണ്, ആ ഒരു പേജ് എന്താണ്, മെമ്മറിയിൽ ഉണ്ട് എന്നാണ്. If the bit is said to be invalid, the pager either is not valid or is valid but is currently on the disk. ഒരു പേജിന്റെ കേസിൽ ഇൻവാലിഡ് ബിറ്റ് ആണ് കാണുന്നെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്നല്ലെങ്കിൽ അങ്ങനെ ഒരു പേജ് ഇല്ല, അല്ലെങ്കിൽ എന്താണ്, ഒരു പേജ് ഉണ്ട്, അത് കറന്റ്ലി സെക്കൻഡറി മെമ്മറിയിലാണെന്ന് പറയാം. അതിനെ നമ്മൾ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് പേജുകൾ മെയിൻ മെമ്മറിയിൽ ഇല്ലാത്തപ്പോഴുള്ള പേജ് ടേബിൾ നോക്കാം. ഇതാണ് നമ്മളുടെ പേജ് ടേബിൾ അല്ലേ. പേജ് ടേബിളിന്റെ ഇൻഡെക്സ് എന്താണ്, അത് പേജ് നമ്പർ ആണ്. ഇതല്ലേ നമുക്ക് രണ്ട് ഫീൽഡ് കാണാം, ഒന്നെന്താണ് ഫ്രെയിം ഫീൽഡ് ആണ്, പിന്നെ എന്താണ് വാലിഡ് ഇൻവാലിഡ് ബിറ്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കാം അല്ലേ,
അപ്പൊ ഇതെന്താണ് 0 എന്ന് പറഞ്ഞാൽ സീറോത്തെ പേജ് അല്ലേ? അപ്പൊ സീറോത്തെ പേജ് ഏത് ഫ്രെയിമിലാണ് ലോഡ് ചെയ്തിരിക്കുന്നത്? 4th ഫ്രെയിമിലാണ് എന്ത് ലോഡ് ചെയ്തിരിക്കുന്നത്. ദെൻ സെക്കൻഡ് പേജ് അല്ലേ? അത് എവിടെയാണ് ലോഡ് ചെയ്യുന്നത്? അത് 6th ഫ്രെയിമിലാണ് എന്ത് ലോഡ് ചെയ്യുന്നത്. ദെൻ 5th പേജ് അല്ലേ? അത് എവിടെയാണ് ലോഡ് ചെയ്യുന്നത്? 9th ഫ്രെയിമിലാണ് എന്ത് ലോഡ് ചെയ്യുന്നത്. സോ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വാലിഡ് ആണ്. സോ ഇതൊക്കെ എന്താണ്? ലീഗൽ ആണ്. ദെൻ നമുക്ക് ഇൻവാലിഡ് ബിറ്റ് കാണാം അല്ലേ? ഇതൊക്കെ എന്താണ്? ഇൻവാലിഡ് ബിറ്റ് ആണ്. ഇൻവാലിഡ് ബിറ്റിന്റെ റെഫറൻസ് ഒന്ന് എന്താണ്? ഒന്നല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് അങ്ങനെ ഒരു പേജ് ഇല്ല അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു പേജ് ഉണ്ട്, അത് എവിടെയായിരിക്കും ഉണ്ടാവുക? ഈ ഒരു സെക്കൻഡറി മെമ്മറിയിലായിരിക്കും ഉണ്ടാവുക. അതിനെന്ത് ചെയ്യണം? നമ്മൾ മെയിൻ മെമ്മറിയിലേക്ക് എന്ത് ചെയ്യണം? ലോഡ് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ഡിമാൻഡ് പേജിങ്ങിൽ പഠിക്കാനുള്ളത്.